ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ചോദിക്കുന്ന ക്വിസ് മത്സരങ്ങൾക്ക് 100% ഉറപ്പായ കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. സ്വാതന്ത്ര്യദിന ക്വിസുകൾക്ക് സ്കൂളുകളിൽ ഒന്നാമതെത്താൻ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കൃത്യമായി കണ്ട് അതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടാൻ കഴിയും. കൂടാതെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യനും നൽകിയിട്ടുണ്ട്. അതിന് ശരിയായ ഉത്തരം കമൻറ്റും ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്വിസ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേത്? ഉത്തരം 1857 മെയ് 10. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത്? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൽ പാണ്ഡെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആര്? ഉത്തരം പ്രീതി ലത വാധേദാർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വി.ഡി. സവർക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാര്? ഉത്തരം എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1600. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നതാര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്ന്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നതാര്? ഉത്തരം അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദിറാം ബോസ്. 18 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് എവിടെ? ഉത്തരം ചമ്പാരൻ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നതെന്ന്? ഉത്തരം 1917. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു.
സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആര്? ഉത്തരം റാണി ഗൈഡിൻ ലിയോ. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം മഹാദേവ ദേശായി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? ഉത്തരം നാനാ സാഹിബ്. മഹാത്മാഗാന്ധി ജനിച്ചതെന്ന്? ഉത്തരം 1869 ഒക്ടോബർ 2. ജാലിയൻ വാലാബാഗ് നടന്നതെന്ന്? ഉത്തരം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതാര്? ഉത്തരം ജനറൽ ഡയർ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി? ഉത്തരം KPR ഗോപാലൻ. ബർദോളി സത്യാഗ്രഹം നയിച്ചതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസമാണ് ഗാന്ധിജി ജീവിച്ചത്? ഉത്തരം 168 ദിവസം. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടതെപ്പോൾ? ഉത്തരം 1916 കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലായിനി. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതെന്ന്? ഉത്തരം 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആര്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം? ഉത്തരം 1931. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ഉത്തരം 1721. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഒരേയൊരു കോൺഗ്രസ് സമ്മേളനം? ബൽഗാം സമ്മേളനം. 1924 ബൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം? ഇന്ത്യൻ ഒപ്പീനിയൻ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം സരോജിനി നായിഡു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം CR ദാസ്. ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ.
ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പു സത്യാഗ്രഹം നടന്നതെന്ന്? ഉത്തരം 1930 ഏപ്രിൽ 6-ന്. ദണ്ഡി യാത്ര ആരംഭിച്ചതെന്ന്? ഉത്തരം 1930 മാർച്ച് 12-ന്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാലാ ലജ്പത് റായ്. വീഡിയോയുടെ അവസാനമുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ശരിയായ ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ശരിയായ ഉത്തരം അയക്കുന്നവരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.